60 പരിപാടികളുമായി LDF പ്രകടന പത്രിക പുറത്തിറക്കി. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുമെന്നും കേവല ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുമെന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വാഗ്ദാനം. ലൈഫ് മിഷൻ വഴി 5 ലക്ഷം വീടുകൾ കൂടി നിർമ്മിക്കുമെന്നും എയിംസിനേക്കാൾ മികച്ച ആശുപത്രി സ്ഥാപിക്കുമെന്നും പ്രകടന പത്രികയിലുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത്. നിലവിൽ 2000 രൂപയുള്ള ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കും. ലൈഫ് മിഷൻ 2.0 നടപ്പാക്കും. ഇതിന്റെ ഭാഗമായി 5 ലക്ഷം വീടുകൾ കൂടി. നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും 3000 രൂപയായി വർദ്ധിപ്പിക്കും. വരുമാനം, താമസം, വിദ്യാഭ്യാസം, ആരോഗ്യ പരിരക്ഷ ഇവയെല്ലാം ഉൾക്കൊള്ളുന്ന സമഗ്ര ഇടപെടലായിരിക്കും ഇത്. സംസ്ഥാനത്ത് പഠനം പൂർത്തിയാക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ക്യാമ്പസ് പ്ലേസ്മെന്റ്. തിരുവനന്തപുരം, കൊച്ചി, തൃശൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസ നഗരങ്ങൾ. സ്ത്രീകളിൽ 50% പേർക്ക് ജോലി ഉറപ്പാക്കും. സർക്കാർ ജീവനക്കാർക്ക് അഷ്യൂർഡ് പെൻഷൻ പദ്ധതി നടപ്പാക്കുമെന്നും LDFന്റെ ഉറപ്പ്. അതിവേഗ റെയിൽപാത നടപ്പാക്കുമെന്നും തിരുവനന്തപുരത്തും കോഴിക്കോടും മെട്രോ സർവീസ് തുടങ്ങുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നു. KSRTC ലാഭത്തിലാക്കും. ശമ്പളവും പെൻഷനും പരിഷ്കരിക്കും. കൊച്ചി വാട്ടർ മെട്രോ ആലപ്പുഴ, കൊല്ലം, കൊടുങ്ങല്ലൂർ എന്നിവിടങ്ങളിലേക്കും. വയനാട്ടിൽ എയർ സ്ട്രിപ്പ് നിർമ്മിക്കും. ഇടുക്കി എയർ സ്ട്രിപ്പ് വികസിപ്പിക്കും. സാർവത്രിക ആരോഗ്യ പരിരക്ഷയാണ് മറ്റൊരു പ്രധാന വാഗ്ദാനം. പരിധിയില്ലാതെ ചികിത്സാനുകൂല്യം നൽകുമെന്നാണ് പ്രകടന പത്രികയിലുള്ളത്. പേവിഷബാധ മരണങ്ങൾ ഇല്ലാതാക്കും. എയിംസിനേക്കാൾ മികച്ച മെഡിക്കൽ ഗവേഷണ ആശുപത്രി സ്ഥാപിക്കുമെന്നും സുപ്രധാന പ്രഖ്യാപനം. റബ്ബറിന്റെ താങ്ങുവില 300 രൂപയാക്കും. നെല്ലിന് 35 രൂപയും നാളികേരത്തിന് 45 രൂപയും താങ്ങുവില. ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കും. ശബരിമല മാസ്റ്റർ പ്ലാൻ പൂർത്തീകരിക്കുമെന്നും ക്ലീൻ പമ്പ പദ്ധതി നടപ്പാക്കുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നു. കോഴിക്കോട് നടന്ന ചടങ്ങിൽ LDF നേതാക്കൾ പങ്കെടുത്തു. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.